Welcome to episode 2 of How to Prepare Your ATS Friendly Resume. And this is me, Josna. I am a soft skill trainer with 5 years of experience. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്രഷറിൻ്റെ ATS ഫ്രണ്ട്ലി റെസ്യൂമെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ എങ്ങനെ ഈ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യണമെന്നും ആൻഡ് ഇത് ഫൈനലി വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓരോരോ കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ AI യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമെ ടൈലർ ചെയ്ത് അയക്കാം എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഒരു ട്യൂട്ടോറിയൽ മോഡലായിരിക്കും. കംപ്ലീറ്റ്ലി ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എങ്ങനെയാണ് ഒരു ഡോക്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ മാനുവലി റെസ്യൂമെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാൻവ പോലുള്ള ടെംപ്ലേറ്റുകൾ യൂസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നിങ്ങൾ തന്നെ ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ATS ഒരു മെഷീനാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന പല പല ഡിസൈൻസും ടെംപ്ലേറ്റുകളും ഒന്നും അത് റീഡ് ചെയ്യുന്നുണ്ടാവില്ല. സോ ഇറ്റ്സ് നൈസ് ഇഫ് യു പ്രിപ്പയർ വൺ using Doc or Word. Starting, please ensure you are subscribed to this channel because നമ്മൾ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ടു ട്രാക്ക് യുവർ നെക്സ്റ്റ് ഇൻ്റർവ്യൂ നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ടാവും. സോ യു ഗൈസ് ഡു നോട്ട് മിസ് എനി വീഡിയോസ്. ഒരു ഫ്രഷറിന് വേണ്ടിയിട്ടുള്ള ATS ഫ്രണ്ട്ലി റെസ്യൂമെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇത്രയും ഒരു പാർട്ടാണ് ഒരു റെസ്യൂമയുടെ ഹെഡർ എന്ന് പറയുന്നത്. സോ ഈ ഹെഡറിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങളുടെ ഫുൾ നെയിം, അതിലൊരു ഫോൺ സൈസ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 18 ആണ്. ആൻഡ് ആ നിങ്ങളുടെ നെയിം, ഫുൾ നെയിം പ്രോപ്പറായിട്ട് അവിടെ എടുത്ത് വയ്ക്കുക. ആൻഡ് ദെൻ സെക്കൻഡ് തിങ് ഇസ് അതിൻ്റെ അടിയിൽ ഏത് റോളിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ശരിപ്പം അക്കൗണ്ടൻ്റ് ആയിട്ടും അതേപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടും നോക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ നാളെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് റോളിലേക്കാണെങ്കിൽ അവിടെ ആ ജോബ് ടൈറ്റിൽ മാറ്റിയിട്ട് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് വെക്കണം നിങ്ങൾ. മനസ്സിലായി? ഇപ്പം എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ഫ്രഷേഴ്സ് ആണെങ്കിലും നിങ്ങൾ സ്റ്റുഡൻ്റ് എന്നൊന്നും നിങ്ങളെ മെൻഷൻ ചെയ്യരുത്. നിങ്ങൾ ഏത് റോളിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ റോളിൻ്റെ ടൈറ്റിൽ തന്നെ അവിടെ വെക്കാം. സോ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജോബ് റോള് ആൻഡ് ബിലോ ദാറ്റ് നിങ്ങൾക്ക് കാണാം അല്ലേ. ഇവിടെയൊക്കെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ആണുള്ളത്. ഒന്ന് ഇമെയിൽ ID ആണ്. ഇമെയിൽ ID നിങ്ങൾ പേസ്റ്റ് ചെയ്യുമ്പം അത് ഹൈപ്പർ ലിങ്ക് ആയിട്ട് വെക്കണം. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇമെയിലിലേക്ക് റീഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ ഹൈപ്പർ ലിങ്ക് സെറ്റ് ചെയ്യുക. ആൻഡ് ഫോൺ നമ്പർ ഇവിടെ പ്രോപ്പറായിട്ട് വയ്ക്കുക. പിന്നെ ഫോൺ നമ്പർ എന്ന് എഴുതി ഹൈപ്പർ ഇട്ട് ഫോൺ നമ്പർ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫോൺ നമ്പർ ഇവിടെ പ്രോപ്പറായിട്ട് ആഡ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ലിങ്ക്ഡിനും ഹൈപ്പർ ലിങ്ക് ആയിട്ട് തന്നെ വെക്കണം. നിങ്ങൾ ലിങ്ക്ഡിന് മാത്രമേ ഇവിടെ കാണാൻ പാടുള്ളൂ. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും റീഡയറക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്ക് പോകണം. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഇൻസേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഐ ഹോപ്പ് യു കെൻ സീ മൈ റേസർ. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ലിങ്ക്സ് എന്നൊരു ഓപ്ഷൻ വരും. ആൻഡ് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക്ഡിൻ ടൈപ്പ് ചെയ്യുക. ആൻഡ് ഇവിടെ താഴെ URL അടിച്ചു കൊടുത്തിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ അവിടെ സെറ്റ് ആയിക്കോളും. ആൻഡ് നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ഡെവലപ്പറൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഗിറ്റ്ഹബ് ലിങ്ക്, അതെല്ലാം നിങ്ങളൊരു മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിലൊക്കെ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കുകളും ഇവിടെ ലിങ്ക് ആയിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാം. സോ ഒരു റെസ്യൂമെ കിട്ടുമ്പോൾ നിങ്ങളുടെ വർക്കുകൾ കാണുമ്പോഴാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ അവർക്ക് തോന്നുക. സോ നിങ്ങൾക്കൊക്കെ ഒരു പോർട്ട്ഫോളിയോ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളത് സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, ഐ ഹോപ്പ് ഈ ഒരു ഹെഡർ പാർട്ട് എവറിത്തിങ് ഈസ് ക്ലിയർ. ഒരു റെസ്യൂമെ എഴുതുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെസ്യൂമെ നിങ്ങൾ എന്ത് എഴുതുന്നതും വെച്ചിട്ടുള്ള സെൻറ്റൻസുകൾ ഒഴിവാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഒരു തേർഡ് പേഴ്സൺ നറേറ്റീവിൽ വേണം റെസ്യൂമെ സെറ്റ് ആക്കാനായിട്ട്. സോ നിങ്ങളുടെ അടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് എബൌട്ട് എന്നൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, പ്രൊഫൈൽ സമ്മറി എന്നാക്കുക. ആ പ്രൊഫൈൽ സമ്മറിയിൽ നിങ്ങൾ ആസ് എ സ്ട്രോങ് കാൻഡിഡേറ്റ് നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസും നിങ്ങളുടെ ഓവറോൾ വർക്കിൻ്റെ ഒരു സമ്മറിയൊക്കെ ആയിട്ടാണ് നിങ്ങൾ അവിടെ സെറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഈ പ്രൊഫൈൽ സമ്മറിയൊക്കെ ഞാൻ പൊതുവേ കുട്ടികളുടെ റെസ്യൂമേസൊക്കെ റിവ്യൂ ചെയ്യുമ്പം ഐ ഹാവ് സീൻ ദം യൂസിങ് ChatGPT സ്ക്രിപ്റ്റ്. അപ്പം ഞാൻ ഒരാളുടെ ഒരു എന്താ പറയുക, ഒരു വീഡിയോ എഡിറ്ററിൽ കണ്ട അതേ പ്രൊഫൈൽ സമ്മറി തന്നെ വേറൊരു വീഡിയോ എഡിറ്ററിൻ്റെ വീഡിയോയിലും കുറച്ച് വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നല്ലാതെ സെയിം പോയിന്റ് ഓഫ് വ്യൂവിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ രണ്ടുപേരും ChatGPT യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. സോ നിങ്ങളുടെ കേസിലും നിങ്ങളിങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ആസ്ക് യു ഓൾ ടു റൈറ്റ് വൺ ബൈ യുവർ സെൽഫ് ആൻഡ് ഗെറ്റ് ഇറ്റ് കറക്റ്റഡ് ബൈ AI. ഇപ്പം നിങ്ങൾക്ക് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സും കാര്യങ്ങളാണ് പ്രശ്നമെങ്കിൽ യു ഹാവ് ടു യൂസ് AI ടു ഗെറ്റ് കറക്റ്റഡ്. അതല്ലാതെ നിങ്ങളെക്കുറിച്ച് എഴുതാൻ വേറെ ഒരാളോട് ചോദിക്കരുത്. നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്ക് എത്രത്തോളം ഈ വർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതൊക്കെ റെക്കോർഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക. ആൻഡ് ദെൻ ഗെറ്റ് ഇറ്റ് കറക്റ്റഡ് യൂസിങ് എനി AIs. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഫ്രഷേഴ്സിൻ്റെ ടെംപ്ലേറ്റ് ആണ് കേട്ടോ. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ എഡ്യൂക്കേഷൻ അല്ല പ്രൊഫൈൽ സമ്മറി കഴിഞ്ഞിട്ട് വെച്ചിട്ടുള്ള എൻ്റെ ടൈറ്റിൽ, ഞാൻ സ്കിൽസാണ് വെച്ചിട്ടുള്ളത്.
സോ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വോണ്ട് ടു എൻഷുർ ദാറ്റ് ഐ എം സ്കിൽഡ്. പെട്ടെന്ന് തന്നെ എഡ്യൂക്കേഷൻ കാണുമ്പോൾ ഞാൻ ഇൻഡയറക്ട്ലി HR ഒരു തോട്ട് കൊടുക്കുകയാണ്, ഞാനൊരു ഫ്രഷറാണ്. മേ ബി അവിടെ നിന്ന് തന്നെ അവർ ആ റെസ്യൂമെ മാറ്റി വേറെ റെസ്യൂമിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട്. ഇഫ് ഇൻ കേസ് അവർക്ക് പ്രോപ്പറായിട്ട് വർക്ക് അറിയുന്ന ഒരാളെയാണ് അവർ നോക്കുന്നതെങ്കിൽ. ഒരു HR ഒരിക്കലും ഒരു റെസ്യൂമെ ഒരുപാട് നേരം കുത്തിരുന്ന് വായിക്കില്ല. എപ്പോഴും ആദ്യത്തെ ഒരു 2-3 സെക്ഷനിൽ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ കോൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്കില്ലുണ്ടെന്നുള്ളത്, എസ്പെഷ്യലി ഫ്രഷേഴ്സ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ സ്കിൽസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇവിടെ ഞാൻ ഹാർഡ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് ഞാനൊരു ഹൊറിസോണ്ടലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് നമുക്കൊരു 1 പേജിൽ തന്നെ റെസ്യൂമെ സെറ്റ് ആക്കണം. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ സ്കിൽസ്, എസ്പെഷ്യലി ആ ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബ് ഡിസ്ക്രിപ്ഷനിൽ റെലവൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ സ്കിൽസ് വേണം നിങ്ങളുടെ ഹാർഡ് സ്കിൽസിലേക്ക് ആഡ് ചെയ്യാനും. അതേപോലെ തന്നെ സോഫ്റ്റ് സ്കിൽസിൽ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ റോളിൽ എത്ര നിങ്ങൾക്കുള്ള സ്കില്ലുകൾ ഹൈലൈറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ആണോ, ടീം പ്ലെയർ ആണോ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കുറേയൊക്കെ മീനിങ് ലൈക്ക് ഒരു 6 to 7 ഒക്കെ ആഡ് ചെയ്യുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അവിടെ നിങ്ങളത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻറ്റ് ഫോർ ദറ്റ് റോൾ. ആൻഡ് സ്റ്റുഡൻസ്, നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന സമയത്തോ ഇനി നിങ്ങൾ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ടാകും. ആ പ്രൊജക്റ്റുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അടുത്തത് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് നിങ്ങൾക്ക് വർക്ക് അറിയുമോ എന്നുള്ളത് ഈ പ്രൊജക്ട്സിലൂടെയാണ് നിങ്ങൾക്ക് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ആ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ടൈറ്റിൽ, അതിനകത്ത് എന്തെങ്കിലും ടൂൾസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഏത് ടൈമിലാണ് നിങ്ങൾ ആ പ്രൊജക്റ്റ് ചെയ്തത്, ഇപ്പം 2026 ദിസ് മന്ത് ടു ദിസ് മന്ത്, അങ്ങനെ ആ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യുക. ആൻഡ് ആ പ്രൊജക്റ്റിൽ നിങ്ങൾ എന്തൊക്കെയാണോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തത്, എസ്പെഷ്യലി ആ റോൾ സ്പെസിഫിക് ആയിട്ടുള്ള എന്തൊക്കെ സ്കിൽസ് അതേപോലെ തന്നെ നോളജ് നിങ്ങൾ ഗെയിൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നന്നായിട്ട് ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് എഴുതി വയ്ക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ പോയിന്റുകളൊക്കെ എഴുതുമ്പോൾ എസ്സേ പോലെ എഴുതി വെക്കാതെ, ഇപ്പം ഇന്നൊരു ടൂൾ യൂസ് ചെയ്ത് ഇത്ര % റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി, ആ ഒരു ഫോമാറ്റിൽ വേണം. യൂസിങ് എ ഇൻ്റഗ്രേറ്റഡ് ദിസ് ആൻഡ് റിസൾട്ട് വാസ് ബി, അത്രയും ഒരു എന്താ പറയുക, ഷോർട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് വേണം നിങ്ങൾ റെസ്യൂമേസിൽ പോയിന്റുകൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1-2 പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ആ പ്രൊജക്റ്റിൻ്റെ എഴുതാം. 1-2 പ്രൊജക്റ്റുകൾ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എത്രത്തോളം പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ വളരെ നന്നായിട്ട് നിങ്ങൾ അവിടെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾ ചെയ്തിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് എന്താണെന്ന് ജസ്റ്റ് എഴുതി വെക്കാതെ, ഏത് ടീമിൻ്റെ കൂടെ ആയിരുന്നു, എന്തായിരുന്നു നിങ്ങൾ അവിടെ ഹാൻഡിൽ ചെയ്തത്, അതിൻ്റെയും ഡ്യൂറേഷൻ എഴുതുക. ആൻഡ് ആ ഇൻറ്റേൺഷിപ്പിലും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റോളിന് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത്. ബിക്കോസ് അത് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ എന്താ പറയുക എക്സ്പീരിയൻസ് പോലെ തന്നെയാണ്. നമുക്ക് ശരിക്കും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും കൈൻഡ് ഓഫ് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് എക്സ്പീരിയൻസ് ആണത്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻ്റർവ്യൂസിലേക്ക് എത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് സർട്ടിഫിക്കേഷൻ, നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കേഷൻ ചെയ്തു, എന്തായിരുന്നു അതിനകത്ത് നിങ്ങൾ ചെയ്തെന്നുള്ള രീതിയിലേക്ക് 1-2 എത്ര എണ്ണത്തോളം നിങ്ങൾ ചെയ്തു അതൊക്കെ നിങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുക. ആൻഡ് ഫൈനലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഡ്യൂക്കേഷൻ വെച്ചാൽ മതി. എവിടെയായിരുന്നു, ഏത് പോസ്റ്റ് ഗ്രാജുവേഷനാണ് ആദ്യം വെക്കേണ്ടത്, അത് ഏത് കോളേജിലായിരുന്നു, എന്തായിരുന്നു ഡ്യൂറേഷൻ, അതേപോലെ തന്നെ നെക്സ്റ്റ് ഗ്രാജുവേഷൻ എവിടെയായിരുന്നു, ഏത് കോളേജിലായിരുന്നു, എന്താ പഠിച്ചത്, എത്ര ഡ്യൂറേഷൻ, അങ്ങനെ നിങ്ങൾ അതും സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ എനിക്ക് ഓവറോൾ ഫ്രഷേഴ്സിനോട് പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാക്സിമം കീവേഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ബിക്കോസ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഓരോരോ പ്രൊഫൈലുകൾ, ചിലപ്പോൾ 1 വർഷം എക്സ്പീരിയൻസുള്ള പ്രൊഫൈലുകളിലേക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. സോ ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ദ കോൾസ്, നിങ്ങൾക്കുള്ള സ്കിൽസ് മാക്സിമം നിങ്ങളുടെ റെസ്യൂമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ആൻഡ് എനിക്ക് ഒരു റെസ്യൂമെ കാണുമ്പം ബേസിക്കലി ആ ഒരു കാൻഡിഡേറ്റ് എത്രത്തോളം നല്ല വൃത്തിക്ക് പണിയെടുക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഇതിനകത്തുള്ള ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഒരു പ്രൊഫൈൽ സമ്മറി എന്നൊരു ഹെഡിങ് എഴുതി, അതും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും തമ്മിലുള്ള അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം ബാക്കി എല്ലാ ഹെഡിങ്സും അതിൻ്റെ ഡീറ്റെയിൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതേപോലെ തന്നെ ഒരു മാർജിൻ ഒരു സൈഡിൽ സ്റ്റാർട്ട് ചെയ്താൽ ത്രൂ ഔട്ട് ദ റെസ്യൂമെ എൻഡ് വരെയും അതേ മാർജിൻ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ആൻഡ് ഓൾസോ ഇപ്പം ഈ ഒരു ടോപ്പിക്, ഈ സബ് ഹെഡിങ്ങിൻ്റെ അതേ ഫോൺ സൈസ് തന്നെ ആയിരിക്കണം പ്രൊജക്ട്സ് എന്ന് പറഞ്ഞ സബ് ഹെഡിങ്ങിൻ്റെയും. അതേപോലെ തന്നെ ഡീറ്റെയിൽസിൻ്റെ താഴേക്കുള്ളത് എല്ലാം ഒരേ ഫോൺ സൈസുകൾ യൂസ് ചെയ്യുക. ഡീറ്റെയിൽസിന് യൂസ് ചെയ്തിരിക്കുമ്പോൾ 12 ആണെങ്കിൽ എല്ലാത്തിനും 12 തന്നെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ പല പല മൾട്ടി കളേഴ്സൊക്കെ യൂസ് ചെയ്യാതെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഒരു റെസ്യൂമെ കാണുമ്പോൾ നിങ്ങൾ എത്രത്തോളം നീറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് എന്നുള്ളത് ഒരു ബേസിക് അവയർനെസ് കിട്ടും. അപ്പം റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് ഒരു ബേസിക് സ്കില്ലാണ്, നിങ്ങളുടെ സ്വന്തം ആപ്ലിക്കേഷൻ.
അപ്പം അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് അതിൽ തന്നെ നിങ്ങളുടെ ഒരു ക്വാളിറ്റി അവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും ഫ്രഷേഴ്സ് ആദ്യം തന്നെ ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ ഒരു ആകൃതിയിൽ, ഈ ഒരു മോഡലിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റെസ്യൂമെ സെറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുടെ കേസിലാണെങ്കിൽ ഫ്രഷേഴ്സ് നമ്മൾ നേരത്തെ നോക്കിയതിൽ നിന്ന് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് എന്നുള്ളത് നോക്കാം. സോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കേസിൽ സ്കിൽസ് കഴിഞ്ഞ പാടന്നെ നമുക്ക് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഏത് കമ്പനിയിലായിരുന്നു, ഏതൊക്കെ മേജർ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഹാൻഡിൽ ചെയ്തതെന്നുള്ളത് പോയിന്റ്സ് ആയിട്ട് എഴുതി വയ്ക്കുക. അത് എസ്പെഷ്യലി നിങ്ങളുടെ പുതിയ റോളിൽ നിങ്ങൾക്ക് എത്ര നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്, അവർക്ക് ആവശ്യമുള്ള സ്കിൽസ് ആവണം നിങ്ങൾ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. പിന്നെ ബാക്കി പാർട്ടൊക്കെ ഫ്രഷേഴ്സിൻ്റെയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെയും ഏകദേശം സെയിം തന്നെയാണ്. പ്രൊജക്ട്സ്, സർട്ടിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ. പ്രൊജക്ട്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. അപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കേസിലേക്ക് ചിലപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഒരു 2 പേജിലേക്ക് റെസ്യൂമെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആൻഡ് ഫ്രഷേഴ്സിൻ്റെ കേസിൽ മാക്സിമം ഒരു 1 പേജിൽ തന്നെ വളരെ നീറ്റായിട്ട് നിങ്ങളത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇഫ് ഇൻ കേസ് യു ഹാവ് സർട്ടൻ എക്സ്ട്രാ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്, ഒരു 2 പേജിലേക്ക് പോയാലും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്തിട്ട് ഓരോ തവണയും നിങ്ങൾ അയക്കുന്ന റെസ്യൂമെ പ്രോപ്പറായിട്ട് ആ ജോബ് ഡിസ്ക്രിപ്ഷനായിട്ട് ടൈലർ ചെയ്തിട്ട് വേണം നിങ്ങൾ സെൻഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾസ് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ നമുക്കിനി നോക്കാം. ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു ഡാറ്റ അനലിസ്റ്റിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനാണ്. അപ്പം ഇത് ഫുള്ളും ChatGPTയിൽ കോപ്പി ചെയ്തെടുത്തിട്ട് അതിനടിയിൽ ഒരു പ്രോംപ്റ്റ് കൊടുത്തു, ജനറേറ്റ് മാക്സിമം ATS ഫ്രണ്ട്ലി കീവേഡ്സ് ഫ്രം ദിസ് CV. ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ്. ആൻഡ് വാട്ട് ദിസ് AI ഹാവ് ഡൺ ഇസ്, ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് മാക്സിമം ATS കീവേഡ്സ് എനിക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്കിത് കാണാം. സോ എനിക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ റെസ്യൂമെയിൽ മിസ്സായിട്ടുള്ളത്. ബിക്കോസ് ഇത് നോക്കുമ്പോൾ തന്നെ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു ഐഡിയ കിട്ടും കുറേ കീവേഡ്സ് ഇപ്പോൾ എൻ്റെ റെസ്യൂമെയിൽ ഇല്ല എന്നുള്ളത്. ഓക്കെ, നൗ വാട്ട് ഐ ഡിഡ് വാസ്, ഞാൻ എൻ്റെ ഒരു റെസ്യൂമെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തു. ആൻഡ് ഓൾസോ അതിനകത്ത് ഞാനൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട്. യു ആർ എ റെസ്യൂമെ എക്സ്പേർട്ട്, നൗ റീറൈറ്റ് ദി റെസ്യൂമെ ടു ക്രാക്ക് ATS ബൈ ചെക്കിംഗ് കീവേഡ്സ് ജനറേറ്റഡ് ഫ്രം ദി എബവ് JD. ഞാൻ എന്ത് ചെയ്തു, AI-നോട് തന്നെ എൻ്റെ റെസ്യൂമെ ഒന്ന് എഡിറ്റ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ സീ ഹിയർ എൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് റീറൈറ്റ് ചെയ്ത് AI തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതേ സാധനം കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, റെസ്യൂമെയിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഇത് തരുന്നത് AI ആണ്. അതേപോലെ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരുപാട് ടേമുകൾ ചിലപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ യു ഹാവ് ടു എൻഷുർ നിങ്ങൾ ഇത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് റെസ്യൂമെ റീ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. സോ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അതിന് ഇൻക്ലൂഡ് ചെയ്യുക. ബിക്കോസ് ഇൻ്റർവ്യൂവേഴ്സ് റെസ്യൂമെ വരെ ഓപ്പൺ ചെയ്തിട്ടായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പം നിങ്ങൾ അറിയുണ്ടാവില്ല അതിനകത്ത് പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ AI തന്നിട്ടുണ്ടെന്നുള്ളത്. സോ യു ക്യാൻ ഗെറ്റ് ഇൻ ടു പ്രോബ്ലംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റീചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ATS സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് AI-നോട് തന്നെ നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ATS സ്കോർ ഏകദേശം ഒരു 85 to 95% എന്നുള്ളത് AI തന്നിട്ടുണ്ട്. ഐ ഹോപ്പ് ഇന്നെടുത്തിട്ടുള്ള ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന്. ബിക്കോസ് ഒരു ജോബ് ഇൻ്റർവ്യൂവിലേക്ക് നിങ്ങൾ എത്താനായിട്ട് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ റെസ്യൂമെ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നിങ്ങളെ അവർ കോൾ ചെയ്യുള്ളൂ. സോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ കുറച്ചധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. ആൻഡ് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡു അപ്ഡേറ്റ് ഇറ്റ് ഇൻ യുവർ കോമെൻറ്റ്. ആൻഡ് ഇഫ് you have some suggestions as well about next video, do drop it in your comment. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമെൻറ്റിൽ ഇടാം. നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന പോലെ ഒരു വീഡിയോ ചെയ്യാം. സോ ഗൈസ്, ബൈ ദിസ് ഐ എം കൺക്ലൂഡിങ് ദ വീഡിയോ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാൻ പഠിപ്പിച്ചു തരുമോ എന്നുള്ളത്. ഇതൊരു ബേസിക് സ്കില്ലാണ്. നിങ്ങളുടെ റെസ്യൂമെ കണ്ടാൽ തന്നെ അവർക്ക് നിങ്ങൾ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ മനസ്സിലാവും. സോ അവിടെ കുറച്ചധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ആൻഡ് അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.